വലിയ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് യാത്ര, ഗ്രൗണ്ട് റിയാലിറ്റി അന്വേഷിച്ചുള്ള യാത്രയ്ക്കിടയിൽ ആദ്യം എത്തിയത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സൈബർ ഇടമായ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് ചായക്കപ്പൽ എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളുള്ളത്. ഈ ചായക്കപ്പൽ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ചായക്കപ്പലിൽ ഞങ്ങൾ എത്തിയതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ടെക്കികൾ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ പാർട്ട്ണർ നികിത നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. ഒപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഋഷി കെ മനോജും ചീഫ് എഡിറ്റർ പി വി മുരുകനും ഉണ്ട്. ശരിക്കും നികിത, ഇലക്ഷൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ശരിക്കും ഇവിടെ വരുന്ന ഈ നമ്മുടെ ഈ ടെക്കുകളൊക്കെ ഈ രാഷ്ട്രീയ ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പാരിറ്റീവ്ലി കുറവാണ് അവരുടെ ചർച്ചകളിലെ രാഷ്ട്രീയം, അതുപോലെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ കടന്നു വന്ന് ഞാൻ കണ്ടിട്ടില്ല. ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇവിടെ വരുന്ന ഒരു കൂട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ ഒരു സെലിബ്രേഷൻ എന്നുള്ളൊരു വേൾഡിലും കുറച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ചർച്ചയൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും മുരഞ്ജി ഈ പറഞ്ഞ പോലെ ശശി തരൂർ കഴിഞ്ഞ ദിവസം ഈ ടെക്നോ പാർക്കിൽ ഒരു പരിപാടിയിൽ വന്നപ്പോൾ എത്ര പേർക്ക് വോട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ വോട്ടുള്ളവരുടെ എണ്ണം, വോട്ടിൽ പേര് ചേർക്കാൻ പോലും ഓൺലൈനിൽ പേര് ചേർക്കാം, എന്നിട്ട് പോലും അതിന് താല്പര്യമുള്ളവരില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ടെക്കുകളെ കുറിച്ച് അങ്ങനെ നേരത്തെ വേറൊരു വ്യൂ ഉണ്ട്. അവർ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അഭിപ്രായം പറയും, രാഷ്ട്രീയത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് സൈലന്റ് ആണ്. ഒരുപക്ഷെ അവർ ഇതുപോലുള്ള ഹോട്ടലിൽ വന്നിട്ട് ചർച്ച ചെയ്തില്ലെങ്കിലും അവർ അവരുടെ പ്ലാറ്റ്ഫോം വഴി ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നു. അതിനൊരു തെളിവ് കഴിഞ്ഞ ഇലക്ഷനിലെ 2014 ഇലക്ഷനിൽ തരൂർ ക്യാമ്പസിൽ വന്നപ്പോൾ ഒരു വൻ സ്വീകരണമാണ് തരൂരിന് അന്ന് കിട്ടിയത്. ഇപ്പം ഇത്തവണ ക്യാമ്പസിൽ വന്നോ നമുക്കറിയില്ല, ടെക്നോ പാർക്കിൻ്റെ ക്യാമ്പസിൽ. അപ്പം അന്ന് വളരെ ആക്റ്റീവായിട്ട് ടെക്കുകൾ വളരെ ആക്റ്റീവായിട്ട് അന്ന് തരൂരിനെ സ്വീകരിക്കുകയും വലിയ പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതെ, തരൂരിൻ്റെ ആദ്യത്തെ ഇലക്ഷനിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വോട്ട് അന്ന് നല്ല ലീഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഇവിടെ 10,000 വോട്ടോളം കഴക്കൂട്ടത്ത് ലീഡ് കിട്ടിയ സ്ഥലമായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ട്രെൻഡിൽ മാറ്റം വന്നു. ഈ പറഞ്ഞ ഇതിനകത്ത് ഇലക്ഷനിൽ ഇപ്പം നികിതയുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ബിസിനസ് കാര്യമൊക്കെ ആയിട്ട് നടക്കുന്നു. അതായത് അല്ല, പക്ഷത്തിന്റെ ഒരു കാര്യമല്ല ഞാൻ ചോദിച്ചത്. തെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പൊതുവേ ന്യൂ ജനറേഷന്റെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയത വന്നിട്ട് ഞങ്ങൾ അതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല, അല്ലെങ്കിൽ അതിനോടൊരു മമതയില്ലാതാവുക, അല്ലെങ്കിൽ പണ്ടത്തെ അത്രയ്ക്ക് അത് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഈ ടെക്കുകൾ കസ്റ്റമേഴ്സ് ചിലരൊക്കെ ഇപ്പം പേഴ്സണലി പരിചയമുള്ളവരൊക്കെ ആയിരിക്കും. ഓവർ ദ മന്ത്സ് തുടങ്ങിയിട്ട് ഇത്രയും 5-6 മാസം കഴിയുന്നു ഈ ചായക്കപ്പൽ തുടങ്ങിയിട്ട്. അവരോട് അത്തരം പേഴ്സണൽ ടോക്കിലൊക്കെ എപ്പോഴെങ്കിലും അവരോട് ഇത്തരം വിഷയങ്ങൾ, രാഷ്ട്രീയമോ എന്തെങ്കിലും നികിത അവരോട് ഒരു പിന്നെ ഫെമിലിയർ ആയതിനു ശേഷം പലരും വരുന്നുണ്ട്, അങ്ങനെ സംസാരിക്കാറുണ്ട്, എന്തെങ്കിലും അവർ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആക്സസ് അവർ ഇട്ട് തരാറില്ല. ലൈക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ടോക്ക് വരും. ഞാൻ കുറച്ച് നാൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തതാണ്, റാമിൻ ടെക്നോ എന്ന കമ്പനി. അവിടെയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സുള്ള ഒരു സ്ഥലമാണല്ലോ പൊതുവെ. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6% മാത്രമാണ് പൊളിറ്റിക്സ് കൃത്യമായി സംസാരിക്കാൻ താല്പര്യമുള്ളത്. വലിയൊരു വിഭാഗം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിനോട് താല്പര്യമില്ലാത്തവരാണ്. ശരിക്കും ഉള്ളത് എങ്ങനെയാണ്, അതായത് ഒരു വലിയ വിഭാഗം RSS മനോഭാവം ഉള്ളവർ, അത്ര തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത, യാതൊരു അഭിപ്രായം പറയാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. അതിപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, ഇവരുടെ മറ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ചർച്ചയിൽ ഓഫ് ഹാൻഡിൽ ഭക്ഷണത്തിൻ്റെ മേൽ ഉള്ള ചർച്ചയിൽ ഇവർ പിന്നെ എന്ത് വിഷയങ്ങളാണ് ഇവർ പറയുക? പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. ഇവിടെ അധികം ഫ്രണ്ട്സിൻ്റെ ഗാദറിംഗ് ഒക്കെ ആയിരിക്കും. കാരണം ഇവർ ഓഫീസ് കഴിഞ്ഞിട്ട് ഒരുപാട് ടൈം ഭയങ്കര രാവിലെ 9 തുടങ്ങി വൈകുന്നേരം 10:30 വരെയൊക്കെ വർക്ക് ചെയ്യുക. ഇതിനും കൂടുതൽ 12 മണി വരെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർ യൂഷ്വലി ഇവിടെ വരുന്നവരൊക്കെ ഓഫീസിൽ വന്നൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനിലാണ്. എനിക്കിവിടെ കുറച്ച് സെറ്റ് ഓഫ് സോങ്സ് ഉണ്ട്, നല്ല കളക്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് പാട്ട് കേട്ടിരിക്കുക. നികിത പാടുമോ? നന്നായിട്ട് പാടുമോ? ഞാൻ പാടും, ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ച് പാടും. ഒരു 2 ലൈൻ ഇവിടെ പാടുന്ന പാട്ടിൻ്റെ 2 ലൈൻ പാടാമോ? ഷുവർ. പതിനേഴോ 18 പ്രായം
ഏതായാലും ഗംഭീരമായി. വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഇടയിൽ ഈ ചായക്കപ്പൽ ഇങ്ങനെ നമ്മൾ ഫേസ് 3 പോകുന്ന വഴിയിലാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ചായക്കപ്പലിൽ കയറാം. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അധികമായി രാഷ്ട്രീയ ചർച്ചകളില്ല, ഇങ്ങനെ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയി പോവാം. എങ്കിലും ഇനിയിപ്പോൾ ഇലക്ഷൻ സമയമാകുന്ന രാഷ്ട്രീയ ചർച്ചയും അനുവദിക്കുമല്ലോ, എന്ത് ചർച്ചയോ. ഒരു പഴയ ചായക്കട പോലെ ആളുകൾക്ക് ഗ്യാദർ ചെയ്യാനും ഫ്രീ ആയിട്ട് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. അതാണ് ഞങ്ങളുടെ ബോർഡ് വെക്കണം, ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാം എന്നൊരു ബോർഡ് വെക്കണം. ഒരു കാര്യം അറിയാം, നികിത പറയുന്നത് ചിലർക്ക് ഇത്രയും ഈ ചായക്കപ്പൽ ഈ പേരെ കാണുമ്പോൾ ഇത് ഇവിടുത്തെ സമീപവാസികൾ അങ്ങനെ അധികം പേര് സംശയിച്ച് കയറുന്നില്ല, തെക്കികളാണ് കയറുന്നത്. അപ്പം വില കൂടുതലാണ് വിഭവങ്ങൾക്ക്. പക്ഷേ സത്യം പറയട്ടെ, ചോറ് മീൻകറി ഒക്കെ നാടൻ വിഭവങ്ങൾ നിരക്ക് വളരെ നോർമലായ നിരക്ക്. ഇവിടെ കത്തി നിരക്കൊന്നും ആകാരത്തിലില്ല. വളരെ ടേസ്റ്റി ഫുഡാണ്. ഇതുവഴി വരുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്.